ഹായ് ഓൾ, നമ്മളിന്ന് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബാക്കി പാർട്ടാണ് നോക്കുന്നത്. അതിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പോർഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ പ്രോബ്ലത്തിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ആ കൺസെപ്റ്റും കാര്യങ്ങളും മാത്രമേ മിസ് പറയുന്നുള്ളൂ, ഇക്വേഷൻസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമുക്ക് കുറേ ഇക്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് ആ ക്വസ്റ്റ്യൻ ശരിക്കും ചോദിച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഈ ഒരു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റീനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് ചിലപ്പോൾ വരാം കേട്ടോ. അപ്പോൾ ആ കൺഫ്യൂഷൻസൊക്കെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമത്തെ ഒരു വീഡിയോ ഇങ്ങനെ ഇക്വേഷൻസ് മാത്രം ബേസ് ചെയ്തിടുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ആദ്യം പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ് ലെങ്ത് കൺട്രാക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ കൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് കൺട്രാക്ഷൻ എന്താണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ, L = L0/γ. L = L0/γ എന്നാണ് ലെങ്ത് കൺട്രാക്ഷൻ്റെ ഇക്വേഷൻ. ഇതിൽ L0 എന്ന് പറയുന്നത് പ്രോപ്പർ ലെങ്ത് അല്ലെങ്കിൽ മെഷേർഡ് ഇൻ റെസ്റ്റ് ഫ്രെയിം. ഒരു റെസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ലെങ്താണ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലെങ്താണ് നമ്മൾ L0 എന്ന് പറയുന്നത്. L എന്ന് പറയുന്നത് ലെങ്ത് സീൻ ബൈ മൂവിങ് ഒബ്സർവർ. ഒരു മൂവ് ചെയ്യുന്ന ഒബ്സർവർ ഒബ്സർവ് ചെയ്യുന്ന ലെങ്താണ് ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് L = L0/γ. ഗാമ എന്നുള്ളൊരു ടേം എന്ന് പറയുന്നത് ലോറൻസ് ഫാക്ടറാണ്. അത് കണ്ടുപിടിക്കുന്നത് 1/√1 - v²/c² എന്നുള്ള ഇക്വേഷനാണ്. സി അറിയാമല്ലോ, ദാറ്റ് ഇസ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ലെങ്ത് കൺട്രാക്ഷൻ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ മക്കളെ, എ റോഡ് ഹാസ് പ്രോപ്പർ ലെങ്ത് L0 = 10 മീറ്റർ. അതായത് ഒരു റോഡിന് കറക്റ്റ് എന്തെങ്കിലും ഒരു മെറ്റൽ റോഡോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ റോഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലെങ്ത് L0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ലെങ്ത് L0 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ അറ്റ് റെസ്റ്റ് ഇഫ് ഇറ്റ് മൂവ്സ് അറ്റ് 0.6 c റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ. അതായത് ഇനി എന്താ ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്യുവാണ്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 0.6 c എന്നാണ് തന്നിരിക്കുന്നത്. ഇനി റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ. അപ്പം റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ എന്ന് പറയുമ്പോൾ മിസ് എപ്പോഴും പറയാറുണ്ട്, ദാറ്റ് ഈസ് ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് എപ്പോഴും റിലേറ്റിവിറ്റി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു മൂവിങ് ആയിട്ടുള്ളൊരു കാര്യവും അതിൻ്റെ ഇടയ്ക്ക് റിലേറ്റീവായിട്ടുള്ളൊരു കാര്യം, അതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഒബ്സർവർ, ഇങ്ങനെയാണ്. അതായത് മൂവ് ചെയ്യുന്ന കാര്യത്തെ ഒബ്സർവർ എന്ത് ചെയ്യുകയാണ്, റിലേറ്റീവായിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹൈ സ്പീഡ് അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴാണ് ആക്ച്വലി റിലേറ്റിവിറ്റി വരുന്നത് കയറി. ഓക്കെ, അതൊന്നും മിസ് ഇപ്പോൾ ഇനിയും പറയുന്നില്ല. അപ്പോൾ ഇനിയും നമുക്കറിയാം, അപ്പം ഇക്വേഷൻ, അപ്പോൾ V നമുക്കറിയാം, L0 ഓൾറെഡി തന്നിട്ടുണ്ട് 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് ഒബ്സർവ്ഡ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഒബ്സർവ്ഡ് ലെങ്ത്. അപ്പോൾ ഒരു ഒറിജിനൽ ലെങ്ത് തന്നിട്ട് ഒബ്സർവ്ഡ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ ഒറിജിനൽ ലെങ്ത് ആയിരിക്കത്തില്ല ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോൾ. അപ്പോൾ ലെങ്തിന് എന്തോ മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ ലെങ്തിന് മാറ്റം വരുന്നതിനെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുന്നത് എനിക്കറിയാം ലെങ്ത് കൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെയാണിത് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഞാനൊന്ന് എഴുതി നോക്കാം. L = L0/γ എന്നാണ്. L0 ഓൾറെഡി ഗിവൺ ആണ്, ഗാമ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഗാമ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഗാമ എന്ന് പറയുന്നത് 1/√1 - v²/c² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/√1 - v² എന്ന് പറയുന്നത് 0.6 c. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഹോൾ സ്ക്വയർ ബൈ താഴെ ഒരു സ്ക്വയർ. ഈ മുകളിലത്തെ c² ക്യാൻസൽ ആയിപ്പോയി. പിന്നെ 0.6 ഹോൾ സ്ക്വയർ, 1 - 0.6 ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട്, പിന്നെ 1/. അപ്പോൾ ഇത് സോൾവ് ചെയ്യണം കേട്ടോ, കാൽക്കുലേറ്റർ ഉപയോഗിച്ച്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1.25 ആണ്. അങ്ങനെയാണെങ്കിൽ ഒബ്സർവ്ഡ് ലെങ്ത് എന്ന് പറയുന്നത് L0/γ ആയിരിക്കും. L0 എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 മീറ്റർ. ഗാമ നമ്മൾ ലോറൻസ് ഫാക്ടർ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 1.25. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അവർ ഒബ്സർവ് ചെയ്യുന്നത് കിട്ടും. അപ്പോൾ എൻ്റെ മക്കൾ നോക്കിയേ, പ്രോപ്പറായിട്ടുള്ളൊരു വസ്തുവിൻ്റെ 10 മീറ്റർ ആണെങ്കിൽ
ഒബ്സർവർ കാണുന്നത് എന്തായിരിക്കും? അത് 8 മീറ്റർ ആയിട്ടാണ്. ഇത് മിസ്സ് പറഞ്ഞല്ലോ, അലക്സിൻ്റെയും സാറയുടെ ഒരു എക്സാമ്പിൾ മിസ്സ് പറയുന്നുണ്ട് കൺസെപ്റ്റ് 1-ൽ. അതായത് സാറ എന്ന് പറയുന്ന ആൾ ട്രെയിനിലിരിക്കുവാണ്, ഓൾഡ് വേയിൽ ഒരു സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്കെയിൽ 10 മീറ്റർ ആണ്. അപ്പം അവൾ ഇങ്ങനെ അവളുടെ റെഫറൻസിൽ അവൾ എന്താണ് റെസ്റ്റിലിരിക്കുവാണ്, പ്ലാറ്റ്ഫോമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോമിലാണ് അലക്സ് നിൽക്കുന്നതെങ്കിൽ അലക്സ് ഈ എന്താണ് സാറയെ നോക്കുമ്പോൾ സാറയുടെ കയ്യിലുള്ള സ്കെയിലിൻ്റെ നീളം എന്ന് പറയുന്നത് 8 മീറ്റർ ആയിട്ട് തോന്നും. മനസ്സിലായോ? അതാണ് ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത്, അപ്പോൾ ഒരു ഇക്വേഷൻ എഴുതുക, അതിനെ റിലേറ്റ് ചെയ്തിട്ട് മിസ്സ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് നോക്കിയേടാ, അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് ടൈം ഡൈലേഷൻ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ഡൈലേഷൻ. അപ്പോൾ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ടൈം ഡൈലേഷൻ എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു സ്പേസ് ഷിപ്പിൻ്റെ അകത്തൊരു മൂവിങ് ക്ലോക്ക് ഉണ്ടെങ്കിൽ വെളിയിലിരിക്കുന്ന എർത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവറിൻ്റെ ക്ലോക്കിനെക്കാട്ടിലും വേഗത കുറഞ്ഞായിരിക്കും ആ സ്പേസ് ഷിപ്പിലിരിക്കുന്ന ആളുടെ ക്ലോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡിൻ്റെ അതേ സ്പീഡിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ അതേ സ്പീഡ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡിനോട് ക്ലോസ് ആയിട്ടുള്ളൊരു സ്പീഡിൽ പോവുകയാണെങ്കിൽ അവിടെ ടൈം കുറവായിരിക്കും, ടൈം പതിയെ ആയിരിക്കും പോകുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ടൈം ഡൈലേഷൻ. ടൈം ഡൈലേഷൻ കണ്ടുപിടിക്കാൻ എന്താണ്? T0 = T/γ. T0 എന്ന് പറയുന്നത് എപ്പോഴും പ്രോപ്പർ, T0 അല്ല, ഇത് പഠിച്ചാൽ മതി. T = γ T0 എപ്പോഴും നമ്മൾ ഓ അല്ലെങ്കിൽ 0 ഉള്ളത് എപ്പോഴും പ്രോപ്പറാണെന്ന് എൻ്റെ മക്കൾ ഓർക്കുക കേട്ടോ. അപ്പോൾ T = γ T0. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താടാ? ഇവിടെ ശ്രദ്ധിച്ചേ, തെറ്റിപ്പോവല്ലേ. T = γ T0. ഇനി മിസ്സിനറിയാം ഗാമ എന്ന് പറയുന്നത് 1/√1 - v²/c² ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T = ഗാമ എന്ന് പറയുന്നത് 1/√1 - v²/c² T0 മുകളിൽ തന്നെ. അപ്പോൾ T0/√1 - v²/c² എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അങ്ങനല്ലേ ഇതിൻ്റെ അർത്ഥം? അപ്പം അതാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സ്പേസ് ഷിപ്പ് മൂവ്സ് അറ്റ്, അപ്പോൾ ഒരു സ്പേസ് ഷിപ്പ് പോകുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് v = 0.8 c ആണ്. റിലേറ്റീവ് ടു എർത്തിന് റിലേറ്റീവായിട്ടാണ് ആ സ്പേസ് ഷിപ്പ് മൂവ് ചെയ്യുന്നത്. ഇഫ് 1 അവർ പാസസ് ഓൺ ദ സ്പേസ് ഷിപ്പ് ക്ലോക്ക്, ഹൗ മച്ച് ടൈം പാസസ് ഓൺ എർത്ത്? അതായത് 1 അവർ ആ സ്പേസ് ഷിപ്പിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ, കടന്നു പോയെങ്കിൽ ആ എർത്തിൽ അത് എത്ര ടൈം പാസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും 1 അവർ പാസസ് ഓൺ ദ സ്പേസ് ഷിപ്പ്. അപ്പം കറക്റ്റ് സ്പേസ് ഷിപ്പിനെ റിലേറ്റ് ചെയ്താണ്ട് സ്പേസ് ഷിപ്പിലെ പ്രോപ്പർ ടൈമാണ് 1 അവർ. അങ്ങനെയാണെങ്കിൽ എർത്തിൽ അതെങ്ങനെ കാണാൻ പറ്റും? അപ്പം എന്താണ്, സ്പേസ് ഷിപ്പിൽ 1 അവർ കടന്നുപോയി, എന്നാൽ എർത്തിലെ കാണാൻ പറയുമ്പോൾ നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. അപ്പോൾ 2 സമയം ഏതായാലും സെയിം അല്ല. അപ്പോൾ അടുത്ത ടൈം കണ്ടുപിടിക്കണം. അതായത് ന്യൂ ടൈം എന്ന് പറയുന്നത് അതിനെയാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. ടൈം ഡൈലേഷൻ എന്ന് വെച്ചാൽ T0 ടൈംസ് ഓഫ് ഗാമയാണ്. T0 ടൈംസ് ഓഫ് ഗാമ T0. ഓക്കെ, T0 കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഗാമ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുന്നു. 1/v²/c² = 1/√1 - v² എന്ന് വെച്ചാൽ 0.8ൻ്റെ സ്ക്വയർ, c/2 c² പോയി ക്യാൻസലായി. 1 - 0.8 അതിൻ്റെ റൂട്ടും 1/√ഉം കണ്ടുപിടിക്കാം. ഇതാണോ ആ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോൾ 1/√ഉം കണ്ടുപിടിക്കുക, ഗാമയുടെ കണ്ടുപിടിക്കുക. അപ്പോൾ ഗാമ കണ്ടുപിടിക്കുമ്പോൾ മിസ്സിന് ഇത്രയാണ് കിട്ടിയത്, 1.667 എന്നാണ് കിട്ടിയത്. ഇനി ∆t അല്ലെങ്കിൽ വെറും T = ഗാമ ടൈംസ് ഓഫ് T0 ആണ്. ഗാമ കിട്ടി, T0 എന്ന് പറഞ്ഞാൽ 1 അവർ എന്ന് തന്നിട്ടുണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രോപ്പർട്ടി അവറിലാണെങ്കിൽ നമ്മുടെ ആൻസറും അവറിൽ തന്നെ ഇട്ട് ചെയ്താൽ മതി കേട്ടോ, വേറെ മിനിറ്റിലോട്ടോ ഒന്നും തന്നെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്തത് പെട്ടെന്ന് നോക്കിയേ. അപ്പോൾ 2 എണ്ണം നമ്മൾ കണ്ടു, ലെങ്ത് കൺട്രാക്ഷനും കണ്ടു, ടൈം ഡൈലേഷനും കണ്ടു. ഇനി നമ്മൾ നോക്കുന്ന വെലോസിറ്റി ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഇതിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ, മിസ് കാണിക്കാം, അങ്ങോട്ട് പോകും തോറും നമുക്ക് കാണാൻ പറ്റും. ഇനി വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ലോറൻസിനെ ബേസ് ചെയ്തിട്ട്, ലോറൻസിൻ്റെ വെലോസിറ്റി അഡീഷൻ നമ്മൾ പഠിച്ചതാണ്. അതായത് എന്താണ്, ഒരാൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് അയാൾ ഒരു ഫ്ലാഷ് ലൈറ്റും കൂടെ ഫ്രണ്ടിലേക്ക് അടിച്ചെങ്കിൽ ആ ലൈറ്റിൻ്റെ സ്പീഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഗലീലിയൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ സ്പീഡ് പ്ലസ് ആ ഫ്ലാഷ് ലൈറ്റ് പോകുന്ന സ്പീഡ്, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ മതിയെന്നാണ്. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾക്ക് കിട്ടിയതാണ് ആക്ച്വലി ഈ ഒരു ഇക്വേഷൻ. ദാറ്റ് ഈസ് u' = u + v/1 + uv/c².
ഇതെന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലാണ് രണ്ട് വസ്തുക്കൾ, നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് വസ്തുക്കൾ സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ പ്ലസ്സും അല്ലെങ്കിൽ എന്താണ് സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ, വെലോസിറ്റി അഡിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, എ സ്പേസ് ഷിപ്പ് മൂവ്സ് അറ്റ് വി ഇസ് ഈക്വൽ. അപ്പോൾ ഒരു സ്പേസ് ഷിപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട് 0.7 c ആണ്. റിലേറ്റീവ് ടു എർത്ത്, അവിടെ തന്നെ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇൻസൈഡ് ദ സ്പേസ് ഷിപ്പിൻ്റെ അകത്തൊരു പ്രോബ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർവേഡ് ആയിട്ട്. അപ്പോൾ ആ പ്രോബ് ഫോർവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോബ് എന്താണ് മുന്നിലേക്ക് പോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി ഓഫ് പ്രോബ് എന്ന് പറയുന്നത് 0.5 c ആണ്. റിലേറ്റീവ് ടു ദ സ്പേസ് ഷിപ്പ്, വാട്ട്സ് ദ വെലോസിറ്റി ഓഫ് ദ പ്രോബ് റിലേറ്റീവ് ടു എർത്ത്. മനസ്സിലായോ? ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയത്തില്ലടാ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മനസ്സിരുത്തി ഒന്ന് ഈ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചേ. ഒരു സ്പേസ് ഷിപ്പ് മൂവ് ചെയ്യുവാണ്, 0.7 c എന്ന് പറയുന്ന സ്പീഡിലാണ് സ്പേസ് ഷിപ്പ് മൂവ് ചെയ്യുന്നത്. എർത്തിന് റിലേറ്റ് ചെയ്തിട്ടാണ് അതിങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇൻസൈഡ് ദ സ്പേസ് ഷിപ്പ്, ഇനി സ്പേസ് ഷിപ്പിൻ്റെ അകത്തൊരു പ്രോബ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പേസ് ഷിപ്പിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, സ്പേസ് ഷിപ്പിൻ്റെ അകത്തൊരു പ്രോബ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ലോഞ്ച് ചെയ്തേക്കുന്ന പ്രോബിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ സ്പേസ് ഷിപ്പിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു, അപ്പോൾ സ്പേസ് ഷിപ്പിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു എർത്താണ് തന്നിരിക്കുന്നത്, പ്രോബിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഷിപ്പാണ് തന്നിരിക്കുന്നത്. വാട്ട്സ് ദ വെലോസിറ്റി ഓഫ് ദ പ്രോബ്? അങ്ങനെയാണെങ്കിൽ പ്രോബിൻ്റെ വെലോസിറ്റി എന്താണ് വിത്ത് റെസ്പെക്ട് ടു എർത്ത്, എർത്തുമായിട്ടുള്ള. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നുകൂടെ കറക്റ്റായിട്ട് ഒന്നുകൂടെ നോക്കിയേ. സ്പേസ് ഷിപ്പ്, അപ്പം സ്പേസ് ഷിപ്പ് എർത്തുമായിട്ടുള്ള സ്പേസ് ഷിപ്പിൻ്റെ വെലോസിറ്റിയാണ് ആക്ച്വലി v = 0.7 c. ഇനിയും ഇൻസൈഡ് ഒരു പ്രോബുണ്ട്, ആ പ്രോബും സ്പേസ് ഷിപ്പും തമ്മിലുള്ള വെലോസിറ്റിയാണ്, റിലേറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് 0.5. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ പ്രോബും എർത്തും തമ്മിലുള്ള വെലോസിറ്റി എന്തായിരിക്കും? കണ്ടോ? അപ്പോൾ നോക്കിയേടാ, രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വെലോസിറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഗലീലിയൻ പറയുന്ന ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബിൻ്റെ വെലോസിറ്റി പ്ലസ് വേറെ എന്തെങ്കിലും, ചിലപ്പം സ്പേസ് ഷിപ്പിൻ്റെ വെലോസിറ്റിയോ അല്ലെങ്കിൽ എർത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വെലോസിറ്റിയോ വെച്ച് ആഡ് ചെയ്താൽ മതി എന്നുള്ള കൺസിഡറേഷനാണ് ഗലീലിയൻ പറയുന്നത്. പക്ഷെ അതല്ല കറക്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്മൾ എഴുതണം. ഇക്വേഷൻ എൻ്റെ മക്കൾ നോക്കിയേ, ഇതിന് സെയിം ഡയറക്ഷനിൽ തന്നെയല്ലേ, അതായത് സ്പേസ് ഷിപ്പിൻ്റെ അകത്തൊരു പ്രോബ് അത് സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. ആ ഒരു കൺസിഡറേഷൻ ഇവിടെ കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളൊന്ന് നോക്കിയേടാ, u = u' + v by 1 + u'(v/c²). ഇതല്ലേ ഇക്വേഷൻ? ഇതിൽ u എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി ഇൻ ഒറിജിനൽ ഫ്രെയിമിലുള്ള വെലോസിറ്റിയാണ് u. v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള വെലോസിറ്റിയാണ്. വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഫ്രെയിം റിലേറ്റീവ് ടു ഫസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഫ്രെയിമിൻ്റെ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഫ്രെയിം റിലേറ്റീവ് ടു ദ ഫസ്റ്റ്. ഇനി u' എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫോംഡ് വെലോസിറ്റി ഇൻ ന്യൂ ഫ്രെയിം. ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ, ഇവിടെ നോക്കട്ടെ, എഴുതിയിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പം എന്താണെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഇത്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട് കയ്യിൽ? v ഉണ്ട്. v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഫ്രെയിം റിലേറ്റീവ് ടു ഫസ്റ്റ്, അല്ലെങ്കിൽ v എന്ന് പറയുന്നത് എന്താണെങ്കിലും സ്പേസ് ഷിപ്പിൻ്റെ എന്തായിരിക്കും? സ്പീഡായിരിക്കും. അതാണ് 0.7 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇത് വെലോസിറ്റി അഡിഷനാണ്. അപ്പോൾ u = u ഇൻവേഴ്സ് + v by 1 + u'(v/c²). ഇതാണ് കേട്ടോ വെലോസിറ്റി അഡിഷൻ്റെ ഇക്വേഷൻ. നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ? ഓക്കെ, ഇത് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ്. വെലോസിറ്റി അഡീഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഏതാണെന്നറിയോ? വെലോസിറ്റി അഡീഷൻ ഇത് ശരിയാണ്, ഇത് ട്രാൻസ്ഫോം ആയിട്ടുള്ള കേസാണെന്നേ ഉള്ളൂ കേട്ടോ. വെലോസിറ്റി അഡീഷൻ u = u' + v by 1 + u'(v/c²) കേട്ടോ. ഇതാണ് വെലോസിറ്റി അഡീഷൻ്റെ ഇക്വേഷനായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ v എന്ന് പറയുന്നത് 0.7 c ആണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ സ്പേസ് ഷിപ്പ്.
പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് യു ഡാഷ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്തായിരിക്കും 0.5 സി. അതായത് ഓക്കെ, അതെങ്ങനെയാണെന്നറിയാമോ? മിസ് ഇപ്പോൾ പറഞ്ഞില്ലേ, അത് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞില്ലേ? എൻ്റെ മക്കൾ നോക്കിയേ, മൂവിങ് ചെയ്യുന്ന ഫ്രെയിമുകൾക്കൊക്കെ ഈ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിൽ എസ് ഡാഷ് എന്നാണ് കാണിക്കുക. റെസ്റ്റിലിരിക്കുന്ന ഫ്രെയിമിനെ തന്നെയാണ് നമ്മൾ ലാബ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എപ്പോഴും എസ്സിലാണ് കാണിക്കുക. അപ്പോൾ ഡാഷ് എന്നുള്ളൊരു സംഭവം വരുന്നത് മൂവിങ് ആയിട്ടുള്ള കാര്യത്തിനാണ്. അപ്പോൾ മിസ് ഇങ്ങനെ എഴുതുവാണ്, ദാറ്റ് ഈസ് യു ഡാഷ്. നേരത്തെ ആദ്യം എഴുതിയതുപോലെ യു ഡാഷ് = u+v/1+uv/c² എന്ന് എഴുതിയാൽ ഇതിൻ്റെ അർത്ഥം യു ഡാഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. യു ഡാഷ് എന്ന് വെച്ചാൽ ഇവിടെ മൂവ് ചെയ്യുന്നത് സ്പേസ് ക്രാഫ്റ്റ് ആണ്. പക്ഷേ യു ഡാഷ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ സ്പേസ് ക്രാഫ്റ്റിൻ്റെ എല്ലാ കൺസിഡറേഷനും നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? സ്പേസ് ക്രാഫ്റ്റ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്പേസ് ക്രാഫ്റ്റിൻ്റെ വെലോസിറ്റിയും അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോബിൻ്റെ വെലോസിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ യു ഡാഷ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്ന വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ വീണ്ടും നമ്മൾ യുവിൻ്റെ ടേമിൽ എഴുതുവാണ്. യുവിൻ്റെ ടേം എന്ന് വെച്ചാൽ u'+v/1+u'(v/c²). ഇങ്ങനെയാണ് ഇക്വേഷൻസ് മാറിയും മറിഞ്ഞും വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതായാലും കണ്ടുപിടിക്കേണ്ട യു ആണ്. u'+v/1+u'(v/c²). യു എന്ന് പറയുന്നത് എന്താണ്? യു ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബിൻ്റെ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് എർത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബിൻ്റെ വെലോസിറ്റി. യു എന്ന് പറയുന്നത് മൂവ് ചെയ്യാത്ത, അതായത് ഒബ്സർവ് ചെയ്യുന്നിടത്ത് നിന്നിട്ടുള്ള പ്രോബിൻ്റെ വെലോസിറ്റി. യു ഡാഷ് നമുക്കറിയാം 0.5 c ആണ്. വെലോസിറ്റി ഓഫ് സ്പേസ് ക്രാഫ്റ്റ് അറിയാം 0.7 c ആണ്. ഡിവൈഡഡ് ബൈ 1+u' എന്ന് പറയുന്ന 0.5 c ഇൻറ്റു v എന്ന് പറയുന്നത് 0.7 c/c². മേളത്തെ 2 സിയുടെ c². ഈ താഴത്തെ c² ആയിട്ട് c ക്യാൻസൽ ആയി പോകും. 2 സിയും കൂടെ ചേർന്ന് c² അല്ലേ മുകളിൽ. അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിക്കേടാ, നോക്ക്. ആൻസർ ഇങ്ങനെ വരും. ഇത് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റർ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ c² ഇതും ക്യാൻസലായിപ്പോയി. 1+0.5 × 0.7 ചെയ്യാം. മുകളിലത്തെ അതുപോലെ ചെയ്തിട്ട് കിട്ടും കേട്ടോ. സിയും കൂടെ ഉണ്ട്. സി എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓപ്ഷനിൽ ചിലപ്പോൾ 0.888 c എന്നാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ സ്പീഡ് വാല്യൂ കൊടുക്കാം. അങ്ങനെ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കണേ. കാരണം ആദ്യം ഞാൻ പറഞ്ഞ ഇക്വേഷൻസായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് മിസ്സിന് അറിയത്തില്ലല്ലോ, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്തേടാ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കാണുന്നില്ല പക്ഷേ അല്ലേ, ഒരു മിനിറ്റ്. മിസ് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിക്കാവേ. മ്യൂവോൺസ് ആർ പാർട്ടിക്കിൾസ് ക്രിയേറ്റഡ് ഹൈ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ മ്യൂവോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ആണ് അറ്റ്മോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. കുറേ ആയിട്ട് ഹൈ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. മൂവിങ് ടുവേഴ്സ് എർത്ത്. അപ്പോൾ എർത്തിലേക്ക് വരുവാണ്. മ്യൂവോൺ എന്ന് പറയുന്ന 1 മിനിറ്റ്. ഓക്കെ മിസ് ഇനി ഒരു ഫ്രഷ് പേജ് എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ മ്യൂവോൺ എന്ന് പറയുന്ന ആൾ നമ്മുടെ എർത്തിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ മ്യൂവോൺ എന്ന് പറയുന്ന ആൾ നമ്മുടെ എർത്തിലേക്ക് ഇങ്ങനെ വരുവാണ്. മൂവിങ് ടുവേഴ്സ് എർത്ത് അറ്റ് 0.98 c. അപ്പം മ്യൂവോൺ ഇവിടെ മൂവ് ചെയ്യുന്നൊരു സാധനമാണ്. ഓക്കെ, അതിൻ്റെ എർത്തിലോട്ടുള്ള അതിൻ്റെ വെലോസിറ്റിയാണ് v = 0.98 c. ഓക്കെ, ദെയർ ലൈഫ് ടൈം അറ്റ് റെസ്റ്റ് ഈസ്. അവരുടെ ജീവിതകാലം അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് 2.2 × 10⁻⁻6 seconds ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ ലൈഫ് ടൈം ഓഫ് ദ മ്യൂവോൺ ആസ് ഒബ്സർവ്ഡ് ഫ്രം എർത്ത്? എന്താടാ ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കൾക്ക്? നോക്കിയേടാ, മ്യൂവോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ആണ്. അവർ ഹൈ ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഈ സംഭവം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എർത്തിലേക്ക് വരികയാണ്. 0.98 c എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എർത്തിലേക്ക് വരുവാണ്. അവരുടെ ലൈഫ് ടൈം, റെസ്റ്റിലുള്ള അവരുടെ ലൈഫ് ടൈം എന്ന് വെച്ചാൽ 2.2 × 10⁻⁻6 ആണ്. റെസ്റ്റിലുള്ള അവരുടെ ലൈഫ് ടൈം അതാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ എർത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യുവാണെങ്കിലുള്ള അയാളുടെ ലൈഫ് ടൈം എന്തായിരിക്കും? ലൈഫ് ടൈം എന്ന് വെച്ചാൽ ഇത്ര മാത്രം നിങ്ങൾ ലോജിക്കലി ഓർത്താൽ മതി. ലൈഫ് ടൈം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടൈമിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ അറ്റ് റെസ്റ്റിൽ ഒബ്സർവ് ചെയ്തപ്പോൾ ഉള്ള ടൈം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്തായിരിക്കും എന്നുള്ളത്?
നോക്കിയേ, ടൈം ഡയലേഷനിൽ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചു. നോക്കിയേ, പ്രോപ്പർ ടൈം, അതായത് റെസ്റ്റ് ഫ്രെയിം വെയർ ദ ക്ലോക്ക് ഇസ്. റെസ്റ്റ് അല്ലേ, റെസ്റ്റിലിരിക്കുമ്പോൾ ഉള്ള ആ ലൈഫ് ടൈം അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിനെയാണ് T0 എന്ന് പറയുന്നത്. ഇപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്സർവർ കാണുമ്പോൾ, മൂവിങ് ഒബ്സർവർ അല്ലെങ്കിൽ ഒരു ഒബ്സർവർ അതിനെ കാണുമ്പോൾ ഉള്ളതാണ് നമ്മളോടപ്പോൾ. സത്യം പറഞ്ഞാൽ ടൈം ഡയലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം ഇത് ടൈം ഡയലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വെലോസിറ്റി അഡിക്ഷൻ ആണെന്ന് മനസ്സിലാവണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാവണം. ഇതാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിലുള്ള പ്രശ്നം. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ടൈം ഡയലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം T എന്ന് പറയുന്നത്, അതായത് പുതിയ T, അതായത് ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഒബ്സർവർ കാണുന്ന T എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള T ഇൻറ്റു ഗാമയാണ്. ഏതായാലും μ1 എന്ന് പറയുന്ന ആളുടെ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇത്രയാണ് അതിൻ്റെ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് എനിക്ക് പോയി ഗാമ അങ്ങ് കണ്ടുപിടിക്കാം. 1/√1 - v²/c² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/√1 - 0.98 c²/c². മുകളിലത്തെ താഴത്തെ c² ക്യാൻസലായി പോകുമ്പം എന്ത് കിട്ടും? ഗാമ എത്ര കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യണേ. 5.03 എന്നാണ് മിസ്സിന് കിട്ടിയേക്കുന്നത് കേട്ടോ, 5.03. അങ്ങനെയാണെങ്കിൽ T എന്ന് പറയുന്നത് T0 ടൈംസ് ഓഫ് ഗാമ. അപ്പോൾ T0 എന്ന് പറയുന്നത് റെസ്റ്റിലുള്ള, ഇപ്പോഴേ പഠിച്ചു നോക്കി, റെസ്റ്റിലുള്ള ടൈം എന്ന് പറയുന്നത് എന്താണ്? T0 പ്രോപ്പർ. അങ്ങനെയാണ് എർത്തിൽ നിന്ന് ഒരാൾ കാണുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരും. അയ്യോ, അതിൻ്റെ അർത്ഥം സമയത്തിന് വ്യത്യാസം വരും, അതായത് ടൈം ഡയലേഷൻ ആണ് അവിടെ എടുക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു 5.03 ആണ് ഗാമ. T0 എന്ന് പറയുന്നത് ഓൾറെഡി ഗിവൺ ആണ്, ദാറ്റ് ഈസ് 2.2 × 10⁻⁻6 സെക്കൻഡ്സ്, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ 1.111 × 10⁻⁻05 സെക്കൻഡ്സ് എന്നാണ്. കറക്റ്റ് ആണോ നോക്കണേ. ഇത് എന്താണ്, നോക്കി എഴുതാതെ തന്നെ എഴുതി നോക്കണം കേട്ടോ. നോക്കിയേ, മിസ് ആൻസർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതാണോ കിട്ടുന്നതെന്ന് നോക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണെന്നും കൂടെ കണ്ട്, U' എന്താണെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഇക്വേഷൻ നോക്കിക്കേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം ചെയ്തു. ഇനി അടുത്ത ഇക്വേഷനാണ് റിലേറ്റീവ് മാസ് മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് മാസ് ഓർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ P = γm0v ആണ്. ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്. m0 എന്ന് പറയുന്നത് റെസ്റ്റ് മാസാണ്. ഇത് ഓരോന്നും എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അയ്യോ, ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയില്ലേ? എഴുതിയിട്ടുണ്ട് അല്ലേ, റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റം. ഓക്കെ, ഇത് കണ്ടോടാ. റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റം കാണാൻ പറയുമ്പോൾ P = γm0 ആണ്. m0 ടൈംസ് ഓഫ് c ഇല്ലേ, ഗാമ m0v ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കിയേ, P എന്ന് പറയുന്നത്, P ഓൾറെഡി നമുക്കറിയാം ലീനിയർ കേസ് mv ആണ്. ഓക്കെ, അപ്പം റിലേറ്റിവിസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് റെസ്റ്റ് മാസും കൂടെ വരും, എക്സ്ട്രാ ഒരു ലോറൻസ് ഫാക്ടർ ഗാമയും കൂടെ കയറി വരുമെന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്? m0 തന്നിട്ടുണ്ട്. m0 = 1 കിലോഗ്രാം ആണ് മാസ്, റെസ്റ്റ് മാസ്. സ്പീഡ് തന്നിട്ടുണ്ട് ആ പാർട്ടിക്കിളിൻ്റെ 0.6 c ആണ്. P = ഗാമ ടൈംസ് ഓഫ് m0 c ആണ്. ഗാമ എന്ന് പറയുന്നത് 1/√1 - v²/c² ആണ്. v തന്നിട്ടുണ്ട്. അപ്പോൾ ഗാമ കണ്ടുപിടിക്കുക. ഗാമ കണ്ടുപിടിച്ചതിന് ശേഷം P എഴുതുക കേട്ടോ. ഗാമ, അയ്യോ ഓക്കെ, ഗാമ ഇവിടെ ഞാൻ സോൾവ് ചെയ്തതാണ്, പക്ഷേ വൈഗ്നർ. ഓക്കെ, ഈ ഗാമ ഒന്ന് സോൾവ് ചെയ്തെടുക്കണേ. ഗാമയുടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഗാമയ്ക്ക് കിട്ടുന്ന വാല്യൂ മിസ് എഴുതാൻ വിട്ടുപോയി കേട്ടോ. ഇവിടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും, അത് വൈഗ്നർ ഇട്ടിട്ട് പിന്നെ എഴുതാൻ മറന്നുപോയി. അപ്പോൾ അത് ×1 × 0.6 ചെയ്യുമ്പോൾ ഇത്രയാണോ ആൻസർ എന്ന് നോക്കണം കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ 6 ആണ്. ഈ ക്വസ്റ്റ്യൻ 6 ഒന്ന് ചെയ്തിട്ടൊന്ന് പറയണേ, കിട്ടിയോന്ന്, ഈ ആൻസർ കിട്ടിയോന്ന് പറയണം കേട്ടോ. ഹോംവർക്കായിട്ട് ചെയ്യണേ ഗാമ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് വന്നിട്ട് റിലേറ്റിവിസ്റ്റിക് മാസ് മൊമെൻറ്റം. റിലേറ്റിവിസ്റ്റിക് മാസ് ഇത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു. ഇനി ടോട്ടൽ റിലേറ്റിവിസ്റ്റിക് എനർജി എന്ന് പറയുന്നത് E = γm0² ആണ്. എങ്ങനെ ഓർക്കാം? ഒന്ന് ഓർത്തേ, മിസ് പറഞ്ഞു P = mv ആണ്. ഇത് റിലേറ്റിവിസ്റ്റിക്കിൻ്റെ കേസ് ആകുമ്പോൾ P = m-ന് m0 ഉണ്ട്, v ഉണ്ട്, പിന്നെ ഗാമയുണ്ട്. എനർജി നമുക്കറിയാം E = mc² ആണ്. ഫേമസ് ആയിട്ടുള്ള ഐൻസ്റ്റീൻ്റെ ഇക്വേഷനാണ് E = mc². അങ്ങനെയാണെങ്കിൽ റിലേറ്റിവിസ്റ്റിക് എനർജി വരുമ്പോൾ E = mc² ഓൾറെഡി അറിയാം. റിലേറ്റിവിസ്റ്റിക് എന്ന് പറയുമ്പോൾ റെസ്റ്റ് മാസ് വരണം, ഗാമയും വരണം. E = mc² അറിയാമല്ലോ അല്ലേ. ഓക്കെ, അപ്പം അത് റിലേറ്റിവിസ്റ്റിക് എനർജിയിൽ എഴുതുമ്പോൾ ഇങ്ങനെയാകും. അപ്പം ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് എക്സാമ്പിൾ കൊടുത്തിരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എഴുതിയില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ.
എ പാർട്ടിക്കിൾ ഹാസ് എ റെസ്റ്റ് മാസ് തന്നിട്ടുണ്ട് m0 = 2 kg ആണ് തന്നിരിക്കുന്നത് ആൻഡ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v = 0.8 c ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ റിലേറ്റിവിസ്റ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. E = ടോട്ടൽ റിലേറ്റിവിസ്റ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടില്ലേ. E = എന്തായിരുന്നു? ഗാമ ടൈംസ് ഓഫ് m0 c² ആണ്. ഗാമ എന്ന് പറയുന്നത് 1/√1 - v²/c² ആണ്. v തന്നിട്ടുണ്ട്, m0 തന്നിട്ടുണ്ട്, c അതിട്ട് കൊടുക്കുക കേട്ടോ. സിക്ക് വാല്യൂ ഇട്ട് കൊടുക്കണം. അതായത് സിക്ക് അവസാനം ഈ ഇക്വേഷനിൽ സിക്ക് വാല്യൂ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കണം. 3 × 10⁸ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കണേ. എന്നിട്ട് പറയണം എത്രയാണ് കിട്ടിയെന്ന് കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ ടോട്ടൽ റിലേറ്റിവിസ്റ്റിക് എനർജി കഴിഞ്ഞു. ഇനി എനർജി മൊമെൻ്റ് റിലേഷനാണ്. E² = pc² + m0 c²². ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക കേട്ടോ. ഓപ്ഷൻസിൽ ഗേറ്റിലൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് എന്നും ഒന്ന് നോക്കണം കേട്ടോ. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഡോപ്ലർ എഫക്റ്റ് നമുക്കറിയാമല്ലോ. ഡോപ്ലർ എഫക്റ്റ് എപ്പോഴും നമ്മൾ ട്രെയിനിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കാണുന്നത് അല്ലേ. അതായത് ഡോപ്ലർ എഫക്റ്റ് 2 തരത്തിലുണ്ട്. ഡോപ്ലർ എഫക്റ്റ് ഓഫ് ലൈറ്റും ഉണ്ട്, ഡോപ്ലർ എഫക്റ്റ് ഓഫ് സൗണ്ടും ഉണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ട്രെയിനിൻ്റെ കാര്യമാണ് പറയുന്നത്. ട്രെയിൻ അടുത്തേക്ക് വരും തോറും ട്രെയിനിൻ്റെ സൗണ്ട് കൂടുന്നതായിട്ട് കാണാം. എന്നാൽ ട്രെയിൻ ദൂരെ ആകുമ്പോൾ ട്രെയിനിൻ്റെ സൗണ്ട് നമുക്ക് കുറവായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളുടെ അകലെ നിൽക്കുമ്പോൾ ലോക്കോ പൈലറ്റ് ട്രെയിന് കുറച്ച് സൗണ്ട് കൊടുക്കുന്നു, നമ്മുടെ അടുത്തേക്ക് വരുമ്പം ലോക്കോ പൈലറ്റ് സൗണ്ട് കൂട്ടുന്നു എന്നുള്ളതല്ല. ട്രെയിനിൻ്റെ സൗണ്ട് അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ അകലെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറവായിട്ടായിരിക്കും തോന്നുന്നത്. ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല സൗണ്ട് തോന്നും. അപ്പോൾ അതാണ് ഡോപ്ലർ എഫക്റ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നത്. അപ്പോൾ ആ ഡോപ്ലർ എഫക്റ്റാണ് ഇവിടെ സോഴ്സ് അപ്രോച്ചിങ്. അതായത് ഒരു സോഴ്സ് നമ്മളിലേക്ക് എത്തുമ്പോൾ, സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രെയിനാണ്. ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഉള്ള ഫ്രീക്വൻസിയാണ് f = f0 സംതിങ്. ആൻഡ് സോഴ്സ് പോകുമ്പോൾ ഉള്ളത് ദൂരേക്കാവുന്ന സമയത്ത്. ഇനിയും പഠിക്കാനുള്ളത് ഇക്വേഷൻസ്, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. x' = ഗാമ x - vt, y', z', ഇതൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. ഒരുപാട് ഇതിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇക്വേഷൻസ് ഒക്കെ നോക്കുക കേട്ടോ. ഇക്വേഷൻസ് നോക്കുക, പ്രോബ്ലം ചെയ്യാനും അറിയണം. ഇനി ഡിഫറൻഷ്യൽ ലോറൻസ് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ലോറൻസ് ഇക്വേഷനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി വെക്കുക. ഇനിയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ. ഒന്ന് നോക്കിക്കേ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ടൈം ഡൈലേഷൻ, ലെങ്ത് കൺട്രാക്ഷൻ, വെലോസിറ്റി അഡീഷൻ, അങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ വെലോസിറ്റി അഡീഷനൊക്കെ എപ്പോഴാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് റിലേറ്റീവ് ടു വേറൊന്നുമായിട്ടുള്ള റിലേറ്റീവ്സ് വെലോസിറ്റി ചോദിക്കുമ്പോഴാണ്. ഇനി ഈ കൺസെപ്റ്റുകൾ നോക്കിയേ. ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. ടു ഈവൻറ്റ് ഹാപ്പൻ അറ്റ് ദ സെയിം പ്ലേസ് ഇൻ ഫ്രെയിം എസ്. അതായത് ഒരു ഈവൻറ്റ് എസ് ഫ്രെയിമിൽ നടക്കുവാണ്. അറ്റ് ദ സെയിം പ്ലേസ് ഇൻ 2 ഈവൻറ്റ്സ് ഹാപ്പൻ അറ്റ് ദ സെയിം പ്ലേസ്. അതൊന്ന് ഞാനൊന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുവാണേ. സെയിം പ്ലേസ്, ഒരേ സ്ഥലത്ത് 2 ഈവൻറ്റുകൾ നടക്കുവാണ്. എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ സെയിം സ്ഥലത്തായിട്ട് 2 ഈവൻറ്റുകൾ നടക്കുവാണ്. ഫൈൻഡ് ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ദ 2 ഈവൻറ്റ്സ് ഇൻ എ ഫ്രെയിം S' മൂവിങ് അറ്റ് 0.8 c റിലേറ്റീവ് ടു എസ് ആയിരിക്കും അല്ലേ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചേ. ഈ കൺസെപ്റ്റ് കിട്ടിയാൽ മാത്രമേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കുറച്ച് സിമ്പിൾ ആവത്തുള്ളൂ. സം ക്വസ്റ്റ്യൻസിനെങ്കിലും. എന്താ മിസ് ഇപ്പോൾ പറഞ്ഞേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 2 ഈവൻറ്റുകൾ, ദാറ്റ് വേർഡ് ഈസ് സ്ട്രെസ്ഡ്. ഓക്കെ, സെയിം പ്ലേസ്. 2 ഈവൻറ്റുകൾ നടക്കുന്നത് ഒരേ പ്ലേസിലാണ്. എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ ഒരേ സ്ഥലത്ത് തന്നെ 2 ഈവൻറ്റുകൾ നടക്കുവാണ്. ഓക്കെ, ബട്ട് സെപ്പറേറ്റഡ് ബൈ 5. പക്ഷേ 5 അത് സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ആ ഒരേ സമയത്ത് നടക്കുന്ന ഈവൻറ്റുകൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഇത് 5 മില്ലി സെക്കൻഡ്സ് ആണ്. 5 മില്ലി സെക്കൻഡ്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. ഫൈൻഡ് ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 ഈവൻറ്റ്സ് ഇൻ എ ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ ഈ സെയിം ഫ്രെയിമിനെ വേറൊരു ഫ്രെയിം S' എന്ന് പറയുന്നൊരു ഫ്രെയിമിലാണ് ഈ ഈവൻറ്റ് നടക്കുന്നതെങ്കിൽ
ആ ഇവൻ്റ് ആ ഫ്രെയിം പോയിൻ്റ് 8C വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ 2 ഈവൻറ്റ്സ് ഇൻ എ ഫ്രെയിം. അപ്പോൾ S' അപ്പോൾ S' ആ 2 ഈവൻറ്റുകളുടെ ടൈം ഇൻ്റർവെൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊന്നും നോക്കിയേ. അതായത് ഒരു എന്താ പറയുക, 2 ഈവൻറ്റ് ഒരേ പ്ലേസിൽ നടക്കുന്നു. അത് സെപ്പറേറ്റ് ചെയ്യുന്നൊരു ടൈം തന്നിട്ടുണ്ട്. ഒരു ഫ്രെയിമിലാണ് നടക്കുന്നത്. എസ് ആണ് ആ ഫ്രെയിം, അതായത് ഒരു ലാബ് ഫ്രെയിമാണ്. S' ലാബ് ഫ്രെയിമാണ്, അതായത് റെസ്റ്റിലാണ്. ഇനി ആ സെയിം ഈവൻറ്റ് S' അതായത് അത് S' ഉള്ളതുകൊണ്ട് അതൊരു മൂവിങ് ഫ്രെയിമാണ്. അത് 0.8C മൂവ് ചെയ്യുന്നത്. അതിൽ നടക്കുകയാണെങ്കിലുള്ള ടൈം ഇൻ്റർവെൽ എന്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളോർത്തേ, ഇതിനൊരു ഇക്വേഷനുണ്ട്. ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഇക്വേഷൻസ് ആണിത്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. നോക്കിയേ, ലോറൻസ് ടൈം ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈ ഇക്വേഷനാണ്. ഓക്കെ, കണ്ടേ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ∆T'. അപ്പോൾ T' എന്ന് പറയുന്നത് ഡാഷ് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? മൂവ് ചെയ്യുന്ന ഫ്രെയിമിൻ്റെ ടൈം ഇൻ്റർവെല്ലാണ്. ചേഞ്ച് എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെൽ അല്ലേ? സ്മോൾ ചേഞ്ച് ഗാമ ടൈംസ് ഓഫ് ∆T, അതായത് മൂവ് ചെയ്യാത്ത റെസ്റ്റിലുള്ള ഫ്രെയിമിലുള്ള ടൈമിൻ്റെ ചേഞ്ച് മൈനസ് ∆V(x/c²). ദിസ് ഈസ് ആക്ച്വലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി മിസ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. സെയിം പ്ലേസ്, അപ്പോൾ ഏതായാലും നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ. ഇക്വേഷൻ ആദ്യം മിസ് ഒന്ന് എഴുതട്ടെ. ∆T. ഓക്കെ, ഇവിടെ ഇത് S ആണ് കേട്ടോ, റിലേറ്റീവ് ടു S. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഒരു കാര്യം കൂടെ മിസ് പറഞ്ഞുതരാം കേട്ടോ. അതായത് അറ്റ് ദ സെയിം പ്ലേസ്, ഒരേ സ്ഥലത്താണ് ഒരു 2 ഈവൻറ്റുകൾ നടന്നതിൻ്റെ അർത്ഥം ∆x എപ്പോഴും 0 ആയിരിക്കും. ഒരേ സ്ഥലത്താണ് നടന്നത് എന്ന് വെച്ചാൽ എൻ്റെ മക്കളൊന്ന് മിസ് വെറുതെ ഒരു ഓർക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഒരേ സ്ഥലത്താണ് നടന്നത് എന്ന് വെച്ചാൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ പൊസിഷൻ മാറിയിട്ടില്ല. അപ്പോൾ ∆x ചേഞ്ച് ഇൻ പൊസിഷൻ 0 ആണ്. അങ്ങനെ അങ്ങ് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ∆x 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒന്ന് ചെയ്ത് നോക്കാം. ∆T' ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് S' ഫ്രെയിമിലുള്ള ടൈം ഇൻ്റർവെൽ ഗാമ. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ഗാമ കണ്ടുപിടിക്കണം. ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ നോക്കിയേ മക്കളെ, മിസ് ഗാമ കണ്ടുപിടിച്ചേ. ഇങ്ങനെയാണോ കിട്ടുന്നതെന്ന് നോക്കണം. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഈ പ്രോബ്ലത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഗാമ നോക്കിയേ 1/√. അപ്പോൾ ഗാമ മിസ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം മാറ്റുവാണേ. ഇതിൻ്റെ സൊല്യൂഷൻ താഴെയുണ്ട്, കാണിക്കാം കേട്ടോ. അപ്പോൾ ∆T' T ടൈംസ് ഓഫ് ഗാമ ഓഫ് ∆T മൈനസ് V∆x/c². അതായത് ∆x 0 ആണ്. ∆x 0 ആണെന്ന് വെച്ചാൽ ഈ ടേം ഫുൾ 0 അല്ലേ? 0 ഇൻറ്റു എനിത്തിങ് എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ ∆T' ഗാമ ടൈംസ് ഓഫ് ∆T. ഇതകത്തോട്ട് പോയി, ഇതും അകത്തോട്ട് പോയി. ഈ ടേം ഫുൾ 0 ആയി, ഇത് മാത്രം. അപ്പോൾ ഗാമ ടൈംസ് ഓഫ് ∆T എന്നായി. കണ്ടോ, ഇക്വേഷൻ എന്ത് പെട്ടെന്നാണ് സിംപ്ലിഫൈ ആയത്. അപ്പോൾ ∆T' എന്ന് വെച്ചാൽ ഗാമ ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് 1.6667 ആണ്. ∆T എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട്, അതായത് ഡിസ്റ്റൻസ് അല്ലേ? ഈ 2 ഈവൻറ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടൈം ഇൻ്റർവെൽ ആണ്. അപ്പോൾ അത് ഓൾറെഡി തന്നിട്ടുണ്ട് 5 × 10⁻². ഓക്കെ, അതുകൂടെ പറഞ്ഞുതരാവേ. നോക്കിയേടാ, 5 മില്ലിസെക്കൻഡ്സ് എന്നാ. 5 മില്ലിസെക്കൻഡ്സോ? 5 മില്ലിസെക്കൻഡ്സ് അല്ലല്ലോ ഇതല്ലേ. 5 മൈക്രോ സെക്കൻഡ്സ് എന്നാ കേട്ടോടോ. മൈക്രോ സെക്കൻഡ്സ് ആണ്. 5 മൈക്രോ സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ 1 മൈക്രോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 10⁻⁻6 സെക്കൻഡ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ ശരിയാവും. അപ്പോൾ 5 × 10⁻⁻, അല്ലേ? 5 എന്താ പറയുക, മൈക്രോ സെക്കൻഡ്. നോക്കൂ, ഓക്കെ, ഇത് എന്താടാ, ഇത് മൈക്രോ സെക്കൻഡ്സ് ആണ്. അപ്പോൾ മൈക്രോ സെക്കൻഡ്സിനെ സെക്കൻഡ്സിലാക്കാൻ × 10⁻⁻6 ചെയ്യുക. ഇനി ∆T' എന്ന് പറയുന്നത് ഗാമ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.66 ആണ്. ∆T നമുക്ക് സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടെ എഴുതണം. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് മിസ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ മക്കളൊന്ന് എഴുതി വെച്ചേ. സെയിം പ്ലേസ് എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, മില്ലി സെക്കൻഡ് അല്ല കേട്ടോ, ഇത് മൈക്രോ ആണേ. സിമ്പിൾ, ഇപ്പോഴാണ് ഞാനത് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോ സെക്കൻഡ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ
ഇതൊന്ന് എഴുതി വെക്കണം. സെയിം പ്ലേസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ സീറോ ആവുന്നത്? സെയിം പ്ലേസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പൊസിഷൻ മാറുന്നില്ല, അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ദെർഫോർ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സീറോ ആണ്. ഇനി അടുത്തത് നോക്കിയാടാ. 2 events are 3 microseconds apart in frame S and happen at different places. ഓക്കെ, അപ്പോൾ 2 ഇവൻറ്റുകളെന്ന് പറയുന്നത് 3 മൈക്രോസെക്കൻഡ്സ് എപ്പാർട്ടാണ്. അപ്പം ഇത് ഡിഫറെൻറ്റ് പ്ലേസുകളിൽ നടക്കുന്ന 2 ഇവൻറ്റുകളാണ്. അതിന് വ്യത്യാസം, അപ്പോൾ അത് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മൈക്രോ ആണ്. അപ്പം 10⁻⁻6 സെക്കൻഡ്സ് ആണ്. ഓക്കെ, സെപ്പറേറ്റഡ് ബൈ, അപ്പോൾ അത് സെപ്പറേറ്റഡ് ബൈ 900 മീറ്റർ. അപ്പം സെപ്പറേറ്റഡ് ബൈ 900 മീറ്റർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡെൽറ്റ എക്സ് ആണ് തന്നിരിക്കുന്നത്. 900 മീറ്റർ ആണ് സെപ്പറേഷൻ. ഫൈൻഡ് ദ സ്പീഡ് വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓഫ് ഫ്രെയിം എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിൻ്റെ വെലോസിറ്റിയാണ്. ഇൻ വിച്ച് ദീസ് 2 ഈവൻറ്റ്സ് ഒക്കർ അറ്റ് ദ സെയിം പ്ലേസ്. അതായത് ഇവിടെ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഈ 2 ഈവൻറ്റും സെയിം പ്ലേസിൽ നടക്കുവാണെങ്കിൽ ഉള്ള എസ് ഫ്രെയിമിൻ്റെ വെലോസിറ്റി. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് വെലോസിറ്റി ഓഫ് ഫ്രെയിം എസ് ഡാഷ് ഇൻ വിച്ച് ദീസ് 2 ഈവൻറ്റ്സ് ഒക്കർ അറ്റ് ദ സെയിം പ്ലേസ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 2 ഈവൻറ്റുകൾ മൈക്രോ സെക്കൻഡ്സിൻ്റെ പാർട്ടിൽ ഫ്രെയിം എസ്സിൽ നടക്കുന്നുണ്ട്, പക്ഷേ ഡിഫറെൻറ്റ് പ്ലേസുകളിലാണ് നടക്കുന്നത്. നെവർ മൈൻഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എസ് എന്ന് പറയുന്നൊരു ഫ്രെയിമുണ്ട്. ഇപ്പോൾ മിസ് ഈ കോർഡിനേറ്റ് ആയിട്ടാണ് നിങ്ങളെയൊക്കെ മനസ്സിലാവാൻ വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 12 മിസ് പറയാണ്, ഒരു 12 മണിക്ക് ഒരു ഈവൻറ്റ് ഉണ്ടായി, എന്തോ ഒരു ഈവൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിലേറ്റീവ് സ്പീഡിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഈവൻറ്റ് നടന്നു എന്ന് വിചാരിക്കാം. കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു ഈവൻറ്റ് നടന്നു, ഡിഫറെൻറ്റ് പ്ലേസുകളിലായിട്ട് ഈവൻറ്റ് നടന്നു. ഇവർ തമ്മിലുള്ള ടൈം ഇൻ്റർവെലും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഈവൻറ്റുകളും മൂവ് ചെയ്യുന്ന ഒരു എസ് ഡാഷ് ഫ്രെയിമിൽ ഒരുമിച്ച് നടക്കുവാണെങ്കിൽ ആ മൂവ് ചെയ്യുന്ന എസ് ഡാഷ് ഫ്രെയിമിൻ്റെ വെലോസിറ്റിയാണ് ചോദിക്കുന്നത്. ഒന്നും വിഷമിക്കേണ്ട, നേരത്തെ ടൈം ഇൻ്റർവെൽ ചോദിച്ചപ്പോൾ ഇവിടെ വെലോസിറ്റി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടത്? സെയിം പ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ സെയിം പ്ലേസ് ആണെന്ന് പറഞ്ഞാൽ എനിക്കറിയാം എക്സ് 0 ആണ്, പക്ഷേ ഡെൽറ്റ എക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എൻ്റെ മക്കൾ, സെയിം എസ് ഡാഷിൽ നടക്കുമ്പോൾ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡെൽറ്റ എക്സ് ഡാഷ് ആണ് ഇവിടെ 0 ആവുന്നത്. നേരത്തെ ആരാ 0 ആയത്? വെറുതെയുള്ള ഡെൽറ്റ എക്സ് ആണ് 0 ആയത്. ഇവിടെ 0 ആവുന്നത് ഡെൽറ്റ എക്സ് ഡാഷ് ആണ്. കാരണം മൂവ് ചെയ്യുന്ന ഫ്രെയിമിലുള്ള ഡാഷ് വരുമ്പോൾ മൂവ് ചെയ്യുന്നു, അപ്പോൾ മൂവ് ചെയ്യുന്ന ഫ്രെയിമിലുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഞാനൊന്ന് എഴുതി നോക്കിയാൽ, ഡെൽറ്റ ടി ഡാഷിൻ്റെ എഴുതിയിട്ട് കാര്യമില്ല, കാരണം ഇതിൻ്റെ എഴുതി കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു ടേമേ ഉള്ളൂ, അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും കുറേത്. അപ്പോൾ നമ്മൾ വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചുല്ലോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെക്കണം. ഏതൊരു പ്രോബ്ലം ഇങ്ങനത്തെ 2 ഫ്രെയിമുകളെ കമ്പയർ ചെയ്ത് ചോദിച്ചാൽ. അപ്പോൾ ഇത് ഏതായാലും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഡെൽറ്റ എക്സിന് ഓൾറെഡി വാല്യൂ ഉണ്ട്. ഇത് നോക്കാം. ഇത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഡെൽറ്റ എക്സ് ഡാഷ് 0 ആണ്. അതായത് ഈ പാർട്ട് 0 ആകും. അങ്ങനെയാണെങ്കിൽ ഗാമേനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് 0 ആക്കാൻ പറ്റും. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എഴുതാൻ പോവാണ് ഡെൽറ്റ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെനിക്ക് ഏതായാലും 0 ആണ്, കാരണം മൂവിങ് ഫ്രെയിമിലുള്ള സെയിം പ്ലേസിലുള്ള മൂവിങ് ഫ്രെയിമിൻ്റെ ഡെൽറ്റ എക്സ് ഡാഷ് 0 ആണ്. അങ്ങനെ ഗാമ ഡെൽറ്റ എക്സ് മൈനസ് വി ഡെൽറ്റ ടി, ഇതിനെ ഓൾറെഡി കോമൺ എടുത്ത് നിർത്തിയേക്കുവാണ്. ഇത് ഇൻഡു ചെയ്ത് കിടക്കുന്നതിന് ഇപ്പുറത്ത് പോകുമ്പോൾ 0 ഗാമ എന്ന് വെച്ചാൽ അത് 0 ആകും. ഡെൽറ്റ എക്സ് മൈനസ് വി ഡെൽറ്റ ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 0 = ഡെൽറ്റ എക്സ് മൈനസ് വി ഡെൽറ്റ ടി. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഡെൽറ്റ എക്സിനെ ഇവിടെ തന്നെ നിർത്തുന്നു, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ വി മൈനസ് പ്ലസ് ആകും. ദെർഫോർ വി എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നാകും. ഡെൽറ്റ എക്സ് ഓൾറെഡി എനിക്കറിയാം 900 മീറ്റർ, ഡെൽറ്റ ടി ഓൾറെഡി എനിക്കറിയാം. ദാറ്റ് ഈസ് ഞാൻ മൈക്രോ സെക്കൻഡ്സിനെ കൺവേർട്ട് ചെയ്ത് 3 മൈക്രോ സെക്കൻഡ്സിനെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ മിസ് താഴെ കാണിക്കാം കേട്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷനും ഡിഫറൻഷ്യൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കാം. തണ്ടേ, ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയുമെങ്കിലും പഠിക്കുക കേട്ടോ. ഇത് എളുപ്പമാണ്, നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ ഓർക്കേണ്ടത് സെയിം പ്ലേസ്, മൂവിങ് ഫ്രെയിമിൻ്റെ സെയിം പ്ലേസ് ആണെങ്കിൽ ഡെൽറ്റ എക്സ് ഡാഷ് ആണ് 0 ആവുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇങ്ങനത്തെ ഉള്ളതാണ് എടുക്കുന്നത്. ഇനി സെയിം പ്ലേസ് നോൺ ഇനേർഷ്യൽ അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ലാബ് ഫ്രെയിം ആണെങ്കിൽ അവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ് 0. അപ്പോൾ ടൈം ഇൻ്റർവെൽ കാണാനായിട്ട് ഇതെടുക്കുക. ഇനിയും
അപ്പം നേരത്തെ കാണിച്ചതിൻ്റെ സൊല്യൂഷനാണ് കേട്ടോ മിസ് എഴുതിയേക്കണത്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഓക്കെ, ഇത് സൊല്യൂഷനാണ്. ഇനിയും അപ്പം സെയിം പ്ലേസിൽ നടക്കുന്ന ഈവൻറ്റുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലേസുകളിൽ നടക്കുന്ന ഈവൻറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. സൈമൾട്ടേനിയസ് ടൈം, അതായത് ഒരേ സമയത്ത്. ഓക്കെ, ഇവിടെ ഒരു മിനിറ്റ്, ഇത് പഴയ ക്വസ്റ്റ്യനിലോട്ട് വന്നേ. പഴയ ക്വസ്റ്റ്യൻ ഇത് ഞാനവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഹാപ്പൻ അറ്റ് ദ സെയിം പ്ലേസ് എന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒരേ സമയത്ത് നടക്കുന്നു എന്നല്ല കേട്ടോ. ഒരേ സ്ഥലത്ത് നമ്മൾ പറയത്തില്ല, ഒരേ സ്ഥലത്ത് ഇവൻ്റ് നടന്നു, ഒരു ഇവൻ്റ് നടന്നു, അടുത്ത ഇവൻ്റ് നടന്നു, അല്ലെങ്കിൽ ഒരേ സ്ഥലത്തു നിന്ന് നമ്മളിപ്പം ഒരു ഹൈ സ്പീഡിലുള്ള എന്തെങ്കിലും ഒരു റിലേഷൻ എക്സ്പെരിമെൻ്റ് നടത്തുന്നു എന്നുള്ളൊരു കേസാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഒരേ സ്ഥലത്ത് പല സമയത്ത് നടത്തിയെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ടൈം ഇൻ്റർവെല്ലൊക്കെ തന്നിരിക്കുന്നത്. ഇനിയും നമുക്ക് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നറിയോ? ഒരേ സമയത്ത് നടന്നു, നേരത്തെ ഒരേ സ്ഥലത്ത് നടന്നു, ഇനിയും സെയിം ടൈമിൽ നടന്നു, ഒരേ സമയത്ത് 2 ഇവൻറ്റുകൾ അങ്ങ് നടക്കും, ഒരേ സമയത്ത് നടക്കുവാണ്. സൈമൾട്ടേനിറ്റി, ഇതല്ലേ സൈമൾട്ടേനിറ്റി? മിസ് അന്ന് പറഞ്ഞില്ലേ, ആ കൺസെപ്റ്റിൽ പറഞ്ഞില്ലേ, ഒരു ഐസ്ക്രീം വണ്ടി വരുവാണ്. ഒരു ഐസ്ക്രീം വണ്ടിയിൽ ഒരു ഐസ്ക്രീം വണ്ടി ഓടിക്കുന്ന ആളുണ്ട്, ഒരാൾ സൈഡിൽ നിൽക്കും. അപ്പോൾ ഒരു ഐസ്ക്രീം വണ്ടി വരുവാണ്, ഒരാൾ സൈഡിൽ നിൽക്കുന്നു, ഒരാൾ ബാക്കിൽ നിൽക്കുന്നു, ഒരാൾ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇതാരുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരാൾ ഇരിപ്പുണ്ട്. അപ്പം 2 പേര്, ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളും ബാക്കിൽ നിൽക്കുന്ന ആളും ഒരുമിച്ചാണ് കൈ കൊട്ടിയത്. പക്ഷേ ഈ വണ്ടിക്കാരന് തോന്നുന്നത് എ എന്ന് പറയുന്ന ആളാണ് ആദ്യം കൈ കൊട്ടിയത്. പക്ഷേ സി എന്ന് പറയുന്ന ആൾ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് അവന് മനസ്സിലായി ബിയും എയും ഒരേ ടൈമിലാണ് കൈ കൊട്ടിയേക്കുന്നത്. പക്ഷേ ഈ വണ്ടിക്കാരന് തോന്നുന്നത് എ ആണ് ആദ്യം കൈ കൊട്ടിയേക്കുന്നത്. കാരണം എന്താണ്? ഈ വണ്ടിക്കാരൻ എയിലേക്കാണ് സഞ്ചരിക്കുന്നത്, എ നിൽക്കുന്നിടത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്, ബി അവൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലുള്ള ആളാണ് കൈ കൊട്ടിയേക്കുന്ന പോലെ അവന് തോന്നുക. അപ്പോൾ ഇതൊരു സൈമൾട്ടേനിറ്റിക്ക് ഒരു എക്സാമ്പിളാണ്. ഒരേ സമയത്ത് നടക്കുന്ന ഈവൻറ്റുകളെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരേ സമയത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാവേ. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 2 events occur simultaneously in frame S. ഓക്കെ, അപ്പം എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ ഒരേപോലെ നടക്കുവാണ്, 2 ഇവൻറ്റുകൾ ഒരേപോലെ നടക്കുവാണ്. ബട്ട് ആർ 1200 മീറ്റർ എപ്പാർട്ട്. എന്ന് വെച്ചാൽ അത് ഡെൽറ്റ എക്സ് ആണ്, ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്, ഡെൽറ്റ എക്സ്. ഫൈൻഡ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 events ഇൻ ഫ്രെയിം എസ് ഡാഷ്. ഏതായാലും ടൈം ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ എസ് ഡാഷ് മൂവിങ് അറ്റ്. അപ്പോൾ എസ് ഡാഷ് ഫ്രെയിമിലുള്ള ടൈം ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ടൈം ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ടൈം ഡിഫറൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പം തന്നെ അപ്പോൾ അതായത് ഈ ക്വസ്റ്റ്യനും നേരത്തെ വെലോസിറ്റി അഡീഷനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ നമുക്ക് മനസ്സിലായോ? ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ 2 ഫ്രെയിമുകളെ റിലേറ്റ് ചെയ്ത് പറയുക. ഫ്രെയിം എസ് ലാബ് ഫ്രെയിം എസ് ഡാഷ് മൂവിങ്, അതിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഈ ട്രാൻസ്ഫോർമേഷൻസ് എടുക്കേണ്ടത്. ഇനി നമ്മൾ സ്പേസ് ഷിപ്പിന് ഇന്ന വെലോസിറ്റി ഉണ്ടായിരുന്നു, അവിടെ ഒരു പ്രോബ് പബ്ലിഷ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ എർത്തിൽ വെച്ച് റിലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി അഡീഷനാണ്. അവിടെ ഫ്രെയിം ഒന്നും നമ്മൾ പറയുന്നില്ല, ഇൻ കേസ് അതിന് പേരുകൾ കൊടുത്തു എന്നേ ഉള്ളൂ. എന്നാലും ഫ്രെയിം എസ് ഡാഷ് അങ്ങനെ ഒരു ഫ്രെയിം നടന്ന കാര്യം വേറൊരു ഫ്രെയിമിൽ എന്തായിരിക്കും എന്ന് ചോദിക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതൊക്കെ ഒരു ഫ്രെയിമിൽ നടന്നതിനെ അപ്പാടെ എടുത്ത് വേറൊരു മൂവിങ് ഫ്രെയിമിലേക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും, അതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ലോറൻസ് ട്രാൻസ്ഫോർമേഷനാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? മാക്സിമം മനസ്സിലാവുന്ന രീതിയിലാണ്. കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ നോക്കിയേ, സൈമൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി = 0 ആണ്. അപ്പോൾ അവിടെ സമയത്തിന് ചേഞ്ച് വരുന്നില്ല. ഇതൊക്കെ ലോജിക്കലി ഒന്ന് ചിന്തിച്ചേ. സൈമൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ സമയത്തിന് അവിടെ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ഒരു കാര്യം എൻ്റെ മക്കൾ ഓർത്തേ, നേരത്തെ കേസിൽ സെയിം പ്ലേസ് എന്ന് പറയുമ്പോൾ അത് റെസ്റ്റിലുള്ള ഫ്രെയിം ആയിരുന്നെങ്കിൽ ഡെൽറ്റ എക്സ് 0 ആകും. സെയിം പ്ലേസ് മൂവിങ് ഫ്രെയിം ആണെങ്കിൽ ഡെൽറ്റ എക്സ് ഡാഷ് = 0 ആകും. ടൈമിൻ്റെ കേസ് വരുമ്പോൾ മൂവിങ് ഫ്രെയിമിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഡെൽറ്റ ടി ആണ് 0 ആവുന്നത്. ഇനിയും റെസ്റ്റ് ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞാൽ ഡെൽറ്റ ടി ഡാഷ് ആയിരിക്കും. ശരിക്കും ടി ഡാഷ് മൂവിങ് അല്ലേ, പക്ഷേ എന്താണ്
റെസ്റ്റ് ഫ്രെയിമിലെ ടൈമിൻ്റെ കേസ്, സൈമൾട്ടേനിയസ് ടൈമിൻ്റെ കേസ് ചോദിക്കുമ്പോൾ ഡെൽറ്റ ടി ഡാഷ് ആണ് 0 ആവുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് മിസ്സ് ലോജിക്കലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമല്ല. ഇതിൻ്റെ റീസൺ ഇതാണ്, ഇതിൻ്റെ തിയറി അങ്ങനെയല്ല. പ്രോബ്ലം ചെയ്യാൻ നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ചിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. കൺസെപ്റ്റ് പഠിക്കുക, പിന്നെ പ്രോബ്ലത്തിലേക്ക് വന്ന് പ്രോബ്ലത്തിൽ നിന്ന് കൺസെപ്റ്റ് കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് എഴുതി വെക്കണം കേട്ടോ നിങ്ങളുടെ ബുക്കിൽ. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ മിസ്സ് പറഞ്ഞത്, സൈമൾട്ടേനിയസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതാണ് ഓർക്കേണ്ടത്. 2 ഈവൻറ്റ് 2 ഫ്രെയിം ഒക്കെ പറഞ്ഞിട്ടുള്ള സൈമൾട്ടേനിറ്റിയിൽ ഇതാണ് ഓർക്കേണ്ടത്. ടൈം ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് ഡാഷ് ഫ്രെയിമിലുള്ളതാണ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ആണ് ഇവിടെ 0 ആവുന്നത്. ഡെൽറ്റ ടി ഡാഷിൻ്റെ ഇക്വേഷൻ ഓൾറെഡി അറിയാം. ഡെൽറ്റ ടി 0 ആണ്. ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. ഇതിൻ്റെ ആൻസർ ഞാൻ തന്നിട്ടില്ല. ഇതിൻ്റെ ആൻസർ തന്നിട്ടില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഇതിന് ആൻസർ എഴുതിയിട്ടില്ല. അപ്പോൾ ചെയ്ത് പൊക്കോ. ഡെൽറ്റ ടി ഈക്വൽ ടു 0 ആണ്. ഡെൽറ്റ എക്സ് ഇതെല്ലാം അറിയാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ഡാഷ് എന്ന് പറയുന്നത് ഗാമ ടൈംസ് ഓഫ് ഡെൽറ്റ ടി മൈനസ് വി ഡെൽറ്റ എക്സ് ബൈ സി സ്ക്വയർ ആണ്. ഇവിടെ 0 ആയി പോയത് മൂവിങ് ഫ്രെയിം ആകുമ്പോൾ ഡെൽറ്റ ടി ആണ് ഇവിടെ 0 ആയി പോയത്. അപ്പോൾ ഗാമ ഇതകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഗാമ വി ഡെൽറ്റ എക്സ് ബൈ സി സ്ക്വയർ എന്നായി. ഗാമ ഈസ് ഈക്വൽ ടു 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നറിയാം, ലോറൻസ് ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ ഗാമ ചെയ്യണം. അപ്പോൾ ഗാമ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വി നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. വി അറിയാം, 0.5 സി റിലേറ്റീവ് സ്പീഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് വി. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ 1.1547 എത്രയാടാ? 1.1547 എന്ന് കിട്ടും കേട്ടോ. ഇത് ചെക്ക് ചെയ്യണേ, എന്നിട്ട് എന്നോട് പറയണം കിട്ടിയോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ഡാഷ് എന്ന് പറയുന്നത് മൈനസ് ഗാമ ഓഫ് ഡെൽറ്റ വി എക്സ് ബൈ സി സ്ക്വയർ എന്നാണ്. അപ്പോൾ ഗാമയുടെ വാല്യൂ ഇപ്പോൾ കിട്ടി. പിന്നെ വി ഡെൽറ്റ എക്സ് ആണ്. വി എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം. വി എന്ന് പറയുന്നത് 0.5 ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച്, അത് 1200 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തേ. ദാറ്റ് ഈസ് മൈനസ് ഉണ്ട് 1.1547 ഇൻറ്റു 0.5 ഇൻറ്റു 3 ഇൻറ്റു 10⁸ ഇൻറ്റു 1200 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10⁸ ദ ഹോൾ സ്ക്വയർ. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ മൈനസ് 2.31 ഇൻറ്റു 10⁻⁻6 സെക്കൻഡ്സ് എന്ന് കിട്ടും. കിട്ടുകയോ ഇല്ലയോ എന്ന് പറയണേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ ഫ്രെയിം എസ് ഡാഷ് 2 ഈവൻറ്റ്സ് ഒക്കെ സൈമൾട്ടേനിയസ്ലി നടക്കും. അപ്പോൾ എൻ്റെ മക്കൾ ആദ്യം മിസ്സ് പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, സൈമൾട്ടേനിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെങ്കിലും 2 ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടാകുമ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് ആയിരിക്കും, ലോറൻസ് ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഡെൽറ്റ ടി, അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ ടി ഡാഷ് എന്ന് പറയുന്നത് 0 ആണെന്ന് ഗിവൺ ആണ്, ബട്ട് ആർ സെപ്പറേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡെൽറ്റ ടി ഡാഷ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയത്തില്ലെങ്കിൽ നമ്മളെങ്ങനെ, ഇനി ഒന്ന് ഓർത്തേ, ഡെൽറ്റ ടി ഡാഷ് ആണ് ഇവിടെ 0 എന്ന് വെച്ചാൽ മൂവിങ് ഫ്രെയിം അല്ല, മൂവ് ചെയ്യാത്ത ഫ്രെയിമിൻ്റെ ആയിരിക്കും ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കണ്ടോ, ഫൈൻഡ് ദ ടൈം ഇൻ്റർവൽ ഇൻ എസ്. അപ്പോൾ നോക്കിയേ, ഡെൽറ്റ എക്സ് 0 ആവണമെങ്കിൽ അത് ലാബ് ഫ്രെയിം അല്ലെ റെസ്റ്റ് ഫ്രെയിം ആയിരിക്കണം. ഡെൽറ്റ എക്സ് ഡാഷ് 0 ആവണമെങ്കിൽ എസ് ഡാഷ് ഫ്രെയിം ആയിരിക്കണം. ഇനി നോക്കിയേ, ഡെൽറ്റ ടി 0 ആവണമെങ്കിൽ പക്ഷേ മൂവിങ് ഫ്രെയിം ആയിരിക്കണം. ഡെൽറ്റ ടി ഡാഷ് 0 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? മൂവ് ചെയ്യാത്ത റെസ്റ്റ് ഫ്രെയിം അല്ലെങ്കിൽ ലാബ് ഫ്രെയിം ആയിരിക്കണം. ഇത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് പറയണം മനസ്സിലായെന്ന് കേട്ടോ, കാരണം ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി 0 ആക്കി കൊടുത്താൽ മതി. ഡെൽറ്റ ടി 0 ആക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതിയാകും? ടൈം ഇൻ്റർവെൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്കി എങ്ങനെ വരും? ഡെൽറ്റ ടി ഈക്വൽ ടു, അതാകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയാമോ? ഡെൽറ്റ ടി ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗാമ ടൈംസ് ഓഫ് ഡെൽറ്റ ടി പ്ലസ് വി ഡെൽറ്റ എക്സ് ബൈ സി സ്ക്വയർ. പ്ലസ് അല്ലായിരുന്നല്ലോ, മൈനസ് അല്ലേ? എൻ്റെ മക്കൾ നോക്കിയേ, മിസ്സ് കാണിച്ചു തരാം കേട്ടോ. ഡെൽറ്റ ടി ഡാഷ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി മൈനസ് വി ഡെൽറ്റ എക്സ് ബൈ സി സ്ക്വയർ ഇൻറ്റു ഗാമയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ ടി ഡാഷ് എന്ന് പറയുന്നത് 0 ആണ്. ഡെൽറ്റ ടി തന്നിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നും ഇല്ലടാ.
ഇതൊന്നും ഇല്ല. അപ്പം നമുക്കിതിൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ട്രാൻസ്ഫോർമേഷൻ എഴുതാം. അത് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കോ. നേരത്തെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, ഈ ക്വസ്റ്റ്യനിൽ തന്നെ അങ്ങ് പഠിച്ചു വെക്കോ. ദാറ്റ് ഈസ് എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഡെൽറ്റ ടി ഡാഷ് എന്ന് പറയുന്നത് ഗാമ ടൈംസ് ഓഫ് ഡെൽറ്റ ടി മൈനസ് വി ഡെൽറ്റ എക്സ് ബൈ സി സ്ക്വയർ ആയിരുന്നു. എന്നാൽ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാകും? ടി ഡാഷിനെ ട്രാൻസ്ഫോം ചെയ്ത് ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ഗാമേനെ അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ലോറൻസ് ഫാക്ടറിനെ അങ്ങനെ തന്നെ. ഡെൽറ്റ ടീനെ ട്രാൻസ്ഫോം ചെയ്ത് ഡെൽറ്റ ടി ഡാഷ് എന്ന് എഴുതാൻ പറ്റും. പ്ലസിനെ ട്രാൻസ്ഫോം ചെയ്ത് വി പ്ലസ്, മൈനസിനെ ട്രാൻസ്ഫോം ചെയ്ത് പ്ലസ് ആക്കാൻ പറ്റും. വിക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല, അപ്പം വെലോസിറ്റി തന്നെ. പിന്നെ ചേഞ്ച് വന്നേക്കുന്നത് ഡെൽറ്റ എക്സിനാണ്. അപ്പോൾ ഡെൽറ്റ എക്സിനെ മൂവിങ് ഡാഷിലേക്കാക്കി. പിന്നെ സിക്കും ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, അപ്പോൾ സി സ്ക്വയർ. ഇങ്ങനെ ആക്കണം. മനസ്സിലായോ? എൻ്റെ മക്കൾ ആദ്യം ഒന്ന് ഡെൽറ്റ ടി ഡാഷ് വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതി നോക്കണം. എന്നിട്ട് ഡെൽറ്റ ടീനെ 0 ആക്കി നോക്കണം. പക്ഷേ എന്നിട്ട് നോക്കണം, ക്വസ്റ്റ്യനിൽ വേറെ ഡെൽറ്റ ടി എന്താണെന്നൊന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ഇക്വേഷനെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് ഡെൽറ്റ ടിയുടെ ഫോമിലോട്ടാക്കാം. അപ്പോൾ ഇപ്പോൾ എന്താ കിട്ടിയത്? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഗാമ ടൈംസ് ഓഫ് നേരത്തെ തന്നെ, അതിന് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തു എന്നേ ഉള്ളൂ. സ്മോൾ ചേഞ്ച് വരുന്നിടത്ത് ട്രാൻസ്ഫർ ചെയ്തു. സ്മോൾ ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിൾ വരുന്നിടത്ത്. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ഡാഷ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0 ആണ്. ഡെൽറ്റ ടി ഡാഷ് അവിടെ 0 ആയിപ്പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വി ഡെൽറ്റ എക്സ് ബൈ സി സ്ക്വയർ ആയിരിക്കുമല്ലോ. വി ഡെൽറ്റ എക്സ് ബൈ സി സ്ക്വയർ. വി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വി ഉണ്ട്, പോയിൻ്റ് എത്രയായിരുന്നടാ ഫ്രെയിം? ഓക്കെ, 0.8 സി ആണ്. ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 600 ആണ്. പിന്നെ സി സ്ക്വയർ. അപ്പോൾ ഈ മുകളിലത്തെ സിക്കും താഴത്തെ സിക്കും 3 × 10⁸ കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം 1.6 × 10⁻⁻6 ടൈംസ് ഓഫ് സെക്കൻഡ്സ്. ഇത് കിട്ടിയോ ഇല്ലയോ എന്ന് പറയണേ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. ഇൻ ആൻ ഇനേർഷ്യൽ ഫ്രെയിം. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വെച്ചാൽ എന്താ? ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വെച്ചാൽ മൂവിങ് ഫ്രെയിം എന്നർത്ഥം. ഇൻ ആൻ ഇനേർഷ്യൽ ഫ്രെയിം ആൻ ഈവൻറ്റ് ടേക്ക് പ്ലേസ് അറ്റ്. ഓക്കെ, ഒരു ഈവൻറ്റ് ടേക്ക് പ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട്. അറ്റ് ഇത്രയത്തിലാണ്. അറ്റ് ഓക്കെ ആൻഡ് ടൈം തന്നിട്ടുണ്ട് 2 × 10⁻⁻6 സെക്കൻഡ്സ് ആണ്. ലേറ്റർ അനദർ ഇവൻറ്റ് ഇവിടെ നടന്നു. ടേക്ക് പ്ലേസ് അറ്റ് ഇത്രയും ഡിസ്റ്റൻസിലാണ് നടന്നിരിക്കുന്നത്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് എ ഫ്രെയിം എസ് ഡാഷ് ഇൻ വിച്ച് ദീസ് ഈവൻറ്റ്സ് അപ്പിയർ സൈമൾട്ടേനിയസ്ലി. സൈമൾട്ടേനിയസ്ലി എന്ന് തന്നിട്ടുണ്ട്, എസ് ഡാഷ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ഉള്ളതുപോലെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിനി അടുത്ത കുറച്ച് ഇക്വേഷൻസ് ഒന്ന് എഴുതി വെച്ചോ, ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഇതൊക്കെ. ഇക്വേഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ, ഇത് ഇൻവേഴ്സ് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ. പിന്നെ റിലേറ്റിവിറ്റി ഓഫ് ജോമെട്രിക്കൽ ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ബാക്കി കേട്ടോ. ഇതൊക്കെ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഇക്വേഷൻസ് ഒന്നും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, എന്നാലും ഇൻ കേസ് ഓപ്ഷൻ ഗേറ്റിനായതുകൊണ്ട് ഇനി എന്തെങ്കിലും ABC ഒക്കെ ഇട്ട് ചോദിച്ചാലോ മൊമെൻറ്റത്തിൻ്റെ എന്താണെന്നൊക്കെ, അതുകൊണ്ട് ജസ്റ്റ് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഡോപ്ലർ എഫക്റ്റ് ഇത് വായിച്ച് നോക്കണേ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൂടെ നോക്കണേ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാംഡ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഡോപ്ലർ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഇക്വേഷനാണ്. ആൻഡ് ഒബ്സർവർ ഓൺ എർത്ത് സ്പേസ് സ്റ്റേഷൻ റിസീവ് സിഗ്നൽ ഇൻ ദ ഫോം ഡോപ്ലർ ആണ്. വാട്ട്സ് ദ കളർ ഓഫ് സിഗ്നൽ സ്റ്റാർട്ട് ഫ്രം സ്പേസ് ഷിപ്പ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിൽ നിന്നുള്ള എടുത്തിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഞാൻ ഇത്രയുമാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. കാരണം ഇനി ഇത് നമുക്ക് പഠിക്കും തോറും കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ടറിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയോ, കണ്ടുപിടിക്കണം. എങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, അതെങ്ങനെയാണെന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടുപിടിച്ച് മാത്രമേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുള്ള ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാണിത്.
ഇനി ചില ഇക്വേഷനിൽ നമുക്ക് ചില പ്രോബ്ലത്തിൽ നമുക്കിത് ആപ്ലിക്കബിൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് പോലും കൺഫ്യൂഷൻസ് വരും. അപ്പം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ നമുക്കിതൊക്കെ തന്നെ അപ്ലൈ ചെയ്യാം. ഇത്രയൊക്കെയാണ് നോർമലായിട്ട് ചോദിക്കുന്നത്. ഇനി കുറച്ചും കൂടെ പ്രീവിയസ് ഇയർ നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമുക്ക് അത്ര കാര്യങ്ങൾ മനസ്സിലാവണം എന്നില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ബേസിക് ഉണ്ടാക്കിയെടുക്കുക, അതിൽ നിന്ന് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് ബിൽഡ് ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ കേട്ടോ. ഇപ്പോൾ ഇത് നേരത്തെ എഴുതിയതാണ്, ഡെൽറ്റ എക്സ് 0 ആകുമ്പം സെയിം പ്ലേസിലാവുമ്പം ഡെൽറ്റ എക്സ് ഡാഷ് 0 ഡെൽറ്റ ടി. ഇപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റ് എന്താണ് ഇതിൽ ഈ ഒരു NTA CSIR UGC സെറ്റ് ഓർ നെറ്റ് ലെക്ചർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് കുറച്ച് ടോപ്പിക്സും പിന്നെ കുറച്ച് എന്താണ് പ്രോബ്ലംസ്, ചിലത് സോൾവ് ചെയ്ത പ്രോബ്ലംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു പ്രോബ്ലം ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇത് മേടിച്ചേ പറ്റും എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എന്താ പറയുക, നമുക്കിപ്പോൾ എല്ലാ സൊല്യൂഷൻസും ഒക്കെ അവൈലബിൾ ആണല്ലോ, ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസൊക്കെ അവൈലബിൾ ആണ് ഫോണിൽ തന്നെ. അത് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അത് നോക്കി പഠിക്കാൻ മിസ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആർക്കെങ്കിലും നോക്കിയിരിപ്പുണ്ടെങ്കിൽ അറിയത്തില്ലെങ്കിൽ ഇത് വേറൊരു ടെസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് ആകെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ് അപ്ലൈ ആയിട്ടുള്ളത്. ഇപ്പോൾ ഗേറ്റിൻ്റെ ഒന്നും തന്നെ ഇതിലില്ല. മുകളിലത്തെ ടെക്സ്റ്റിലും ഗേറ്റിനും CSIR നെറ്റിനും ഒക്കെ ഒരേ സിലബസ് ആണ് കേട്ടോ. ഇതെല്ലാം ഗേറ്റിനും വരുന്നതാണ് ഈ കൺസെപ്റ്റുകളെല്ലാം. അപ്പോൾ 2 ടെക്സ്റ്റ് മിസ് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഓൻ ഒബ്സർവർ സീസ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയടാ, ഇത് നമ്മുടെ ഈ താഴെ മിസ് കാണിച്ച ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ഒബ്സർവർ 2 സ്പേസ് ഷിപ്പുകളെ കാണുവാണ്. അപ്പോൾ അത് രണ്ടും എപ്പാർട്ടായിട്ട് ഫ്ലൈ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും എപ്പാർട്ട് വിത്ത് സ്പീഡ്. ഒരെണ്ണത്തിൻ്റെ സ്പീഡ് 0.99 c, അടുത്ത ആളുടെ സ്പീഡും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് 1 സ്പേസ് ഷിപ്പ് ആസ് വ്യൂഡ് ബൈ ദ അതർ. അങ്ങനെയാണെങ്കിൽ ഒരു സ്പേസ് ഷിപ്പിൻ്റെ സ്പീഡ് മറ്റേ ആൾ കാണുന്നത് പോലെ മറ്റേ ആളെ റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഓർത്തേ, ഇവിടെ ഞാൻ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആണോ ഡിഫറൻഷ്യൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആണോ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം 2 ഫ്രെയിം എന്നൊന്നും പറഞ്ഞിട്ടില്ല, 2 സ്പീഡാണ്. ഇപ്പോൾ ഇത് ഏകദേശം ആ സ്പേസ് ഷിപ്പിൻ്റെ കണക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ UX ഡാഷ് അല്ലെങ്കിൽ UX പോലെയുള്ള ഇക്വേഷൻ എടുത്താൽ മതിയാകും. അപ്പോൾ ഇത് മൂവിങ് ഫ്രെയിമാണ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന വസ്തുവാണ്. അപ്പോൾ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് 1 സ്പേസ് ഷിപ്പ് എന്ന് വെച്ചാൽ മൂവ് ചെയ്യുന്ന ആളുടെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇവിടെ ഞാൻ മൂവ് ചെയ്യുന്ന ആളുടെ, അതായത് ഡാഷ്, ഇതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ കണ്ടുപിടിക്കാൻ UV/1 UV/c². ഇനി അടുത്തത് ഞാൻ നോക്കേണ്ടത് ഇതിൻ്റെ ഡയറക്ഷൻ, അതായത് 2 ഓപ്പോസിറ്റ് സൈഡിലോട്ട് എപ്പാർട്ടിലാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം നടുക്ക് മൈനസാണ്. ഇതിന് അടുത്തായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നിച്ചാണ്, ഒരു സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ പ്ലസ് ആയേനെ. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ V എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ഇവരുടെ ഒരാളുടെ സ്പീഡ്, അതപ്പം ഒരാളുടെ സ്പീഡ് 0.99 ആണ്. മറ്റേ U എന്ന് പറഞ്ഞാൽ അടുത്ത ആളെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരാളുടെ സ്പീഡ്, അതും ഓൾറെഡി ഏതായാലും ഗിവൺ ആണ് 0.99. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ U' കിട്ടും. മനസ്സിലായോ മക്കളെ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പ്രോബ്ലമായിട്ട് തോന്നി കേട്ടോ. ഈ പ്രോബ്ലം ഒന്ന് വായിച്ച് നോക്കണേ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ വെലോസിറ്റി അഡീഷൻ എടുക്കുക. വെലോസിറ്റി അഡീഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് തരാൻ പറയുക ഗൂഗിളിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും AI അല്ലേ ChatGPT സ്റ്റഡി മോഡിലിടുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗീവ് സം ഗേറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ CSIR നെറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫോർ വെലോസിറ്റി അഡീഷൻ ആൻഡ് എലോങ് വിത്ത് ദ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൻ്റെ ഓരോ ഡൗട്ടും അതിനോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് ഒരുപാട് വായിച്ചെടുക്കാൻ നമുക്ക് സമയമില്ല.
അതുകൊണ്ടാണ് മിസ് എപ്പോഴും ടെക്സ്റ്റ് വായിക്കുന്ന കാര്യം എപ്പോഴും ഞാൻ ഇങ്ങനെ ChatGPT അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിനോട് പറയുന്നത്. പിന്നെ പറയാൻ പാടുണ്ടോ അറിയില്ല, പക്ഷേ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കാര്യമാണല്ലോ മിസ് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് ടെക്സ്റ്റ് നോക്കുക കേട്ടോ. 2 ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ആർക്കെങ്കിലും ടെക്സ്റ്റ് ഏതാണെന്നൊന്നും അറിയത്തില്ലെങ്കിൽ അത് നല്ല ടെക്സ്റ്റാണ്, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ. ഇതിൽ കുറേ പ്രീവിയസ് ഇയർ, ഈ ടെക്സ്റ്റിൽ പ്രീവിയസ് ഇയർ ആയിട്ട് ഉണ്ടോയെന്ന് മിസ്സിന് അറിയില്ല. എക്സസൈസ് കുറച്ച് കിടപ്പുണ്ട്, അപ്പോൾ എക്സസൈസൊക്കെ ചെയ്യാം. ഇനി ഈ ടെക്സ്റ്റ് ഏതായാലും എന്താണ്, ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് പ്രീവിയസ് ഇയേഴ്സാണ്, 2011 തൊട്ട് 2024 ഓരോ ടോപ്പിക്. ഇപ്പോൾ റിജിഡ് ബോഡി ആണെങ്കിൽ റിജിഡ് ബോഡിയിൽ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും സൊല്യൂഷനും, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണെങ്കിൽ അതിൽ വന്നിട്ടുള്ളത്, അങ്ങനെയാണ്. അതാണ് ഈ ടെക്സ്റ്റിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയെങ്കിലും പഠിക്കുക കേട്ടോ. ഇത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് പറയണേ. അതായത് പ്രോബ്ലംസൊക്കെ ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.